ഇദ്ദേഹത്തിന്റെ പേരാണ് വൈപ്പിൻ സ്വദേശിയായ റഹീം. ഇദ്ദേഹത്തെ ചിരിപ്പിക്കുന്നവർക്ക് 1 ലക്ഷം രൂപയാണ് കാത്തിരിക്കുന്നത്. വരൂ 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 വരൂ, എല്ലാവരും കടന്നു വരൂ, എല്ലാവരും കടന്നു വരൂ. എല്ലാവർക്കും അവസരമുണ്ട്, എല്ലാവർക്കും അവസരമുണ്ട്. ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഇദ്ദേഹത്തെ ചിരിപ്പിക്കാം. നിങ്ങളെ കാത്തിരിക്കുന്നത് 1 ലക്ഷം രൂപയാണ്. എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ചിരിക്കാത്തൊരു രാജാവ്. അടി കളിക്കണോ? ഇനി അല്പസമയ നേരത്തേക്ക് ഒരു ബ്രേക്ക് ആണ്. ഇയാള് പറഞ്ഞാലും നമ്മളെ ചിരിച്ചു മറിച്ചാലും ഇയാൾ എന്നാലും എന്റെ ബായ്, നിങ്ങളെയൊക്കെ സമ്മതിക്കണോട്ടാ. എന്തൊക്കെ കോപ്രാക്കിത്തരങ്ങളാണ് ഇവന്മാരി ചെയ്യുന്നത്. എന്നിട്ടും ചിരിക്കണില്ലല്ല, ഭയങ്കരം തന്നെ. ഈ ജോലിക്കൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ എവിടെങ്കിലൊക്കെ ഒരു ചിരി ബാക്കി ഉണ്ടാവോ ബായ്? ലൈഫിൽ നമ്മ അവസാനമായിട്ട് ചിരിച്ച കാലം തന്നെ മറന്നുപോയി. എന്താ ഈ ഷാജി ബായകത്തുണ്ട്? ആരാ? ഞാൻ ലോനപ്പൻ, പുതുക്കാടുന്ന് വരിക. പാവർട്ടി എന്നുള്ള ജോസേട്ടൻ ഒരു വസ്തുവിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. കേറിയിരിക്കേ. ഷാജി ഭായ്, എന്താടാ? ഭായ്, പാവർട്ടിന്ന് ജോസേട്ടൻ പറഞ്ഞ ടീം വന്നിട്ടുണ്ട്. ടീം എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ട്? ഒരാളേ ഉള്ളൂ. ഒറ്റയ്ക്കൊരു ടീം എന്ന് പറയുമ്പോ സച്ചിൻ ടെണ്ടുൽക്കർ ആണോടാ? ശ്രീശാന്ത. വായ്ത്താളം മാത്രമേ ഉള്ളൂ. നിങ്ങളോട്ടെ വാ നോക്കാം. എന്തൊരു മുതലേത്. ജോസേട്ടൻ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ നല്ല ഫിറ്റായിരുന്നുകൊണ്ട് ഒന്നും ഓർമ്മയില്ല. പേത്താൻ പറ. പേത്താനാ? ഒന്നുകൂടെ പറ, റിപ്പീറ്റേ. ഓ അങ്ങനെ. നമ്മുടെ ലുലുമാള് വഴി ഗുരുവായൂർ റൂട്ടിൽ 1.5 കിലോമീറ്റർ പോയാൽ കുന്നുംപുറം ജംഗ്ഷൻ. അവിടെ ഒരു 18 സെന്റ് സ്ഥലം, സ്ക്വയർ പ്ലോട്ട്. 3.5 കൊല്ലം മുമ്പ് വരാപ്പുഴയുള്ള ഒരു ഫ്രാൻസിസ് സെന്റിന് 13 റുപ്യ വെച്ച് വില പറഞ്ഞു. ഒരു 25,000 റുപ്യ ടോക്കണും തന്ന് ഒരു പോക്കങ്ങോട്ട് പോയി. പിന്നെ ആ ഗടിയെപ്പറ്റി യാതൊരു വിവരമില്ല. ഇപ്പൊ വേറൊരു പാർട്ടി സെന്റിന് 20 വെച്ച് കച്ചവടം ഉറപ്പിച്ചപ്പോ ദേവരന് ഫ്രാൻസിസ് വീണ്ടും അവന് പഴയ വിലയ്ക്ക് തന്നെ വസ്തു വേണമെന്നും പറഞ്ഞു. ജോസേട്ടൻ പറഞ്ഞോണ്ടാ ഞാൻ ഷാജിബായി കാണാൻ വന്നത്. അല്ലെങ്കിൽ അയ്യന്തോളിന്ന് പിള്ളേരിറക്കി ഈ ലോനപ്പനൊരു കളിയാ കളിച്ചനെ. ഷാജിയും പിള്ളേരും കൊച്ചിയിലുള്ളപ്പോ താൻ അയ്യന്തോളൊന്നും ചാവക്കാടൊന്നും കുറിപ്പുകൾ ഇറക്കേണ്ട ആവശ്യമില്ല. ഫ്രാൻസിസിനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. ചാവൂല, അതൊരു വന്നുണ്ട്. ഷാജിബായ് നമസ്കാരമുണ്ട്. നമസ്കാരം. ഫ്രാൻസിസേ, നമ്മക്ക് ഒരു സീനിൽ ഡയലോഗും അടുത്ത സീനിൽ ആക്ഷനും. അങ്ങനെ പോകാൻ ടൈമില്ല. ഒറ്റ ടേക്കിൽ സീൻ ഓക്കെ ആക്കണം. കാരണം ഇതൊരു ഷോർട്ട് ഫിലിമാണ്, ഇന്റർവെല്ലില്ല. ഇനിയെല്ലാം ഷാജിബായ് പറഞ്ഞ പോലെ. എന്നാ പിന്നെ രജിസ്ട്രേഷൻ എന്ത് വെക്കാന്നും കൂടി പറ. അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച വെക്കാൻ ബായ്. എന്നാ പിന്നെ ഫ്രാൻസ് ചേട്ടൻ കട വിട്ടോ. ആ കാർ കിടന്ന് വെയിലുള്ളണ്ട. ജോസേട്ടന്റെ ടീം എന്ന് പറഞ്ഞാ നമ്മക്ക് സ്വന്തമാണ്. ലോനപ്പൻ ഹാപ്പിയാണല്ലോ. അപ്പൊ ഇനി നമ്മ ഹാപ്പിയാണെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്യണം. സെന്റിന് ഒരു 25,000 രൂപ, അത് മതി നമ്മുടെ കമ്മീഷൻ. 25 എന്ന് പറയുമ്പോ 18 4.5 ലക്ഷം രൂപ അത്രേ വരുള്ളൂ. അതിങ്ങ് തന്നാ ഈ ഷാജി ഹാപ്പിയായി. എന്താ വിഷമമുണ്ടാ? വിഷമമുണ്ടെങ്കിൽ പറയണം. വിഷമമൊന്നുമില്ല. അപ്പൊ തിങ്കളാഴ്ച മുരുകൻ എടപ്പള്ളി രജിസ്റ്റർ ഓഫീസിൽ വരും. ഒരു കിറ്റിലിട്ട് 4.5 ലക്ഷം രൂപ ഇവനെ ഏൽപ്പിച്ചാൽ മതി. ഗുഡ് മോർണിംഗ് സർ. ഐ ആം നന്ദന. നന്ദന? ആ പേരിലൊരു മീനിലിടാ മുരുക. നന്ദൻ വെക്കാൻ കൊള്ളില്ല, നിറച്ച മുള്ളാണ്. സർ, ഞാൻ ഫിനിക്സ് ഇന്റർനാഷണൽ കമ്പനിയിൽ നിന്ന് വരികയാണ്. ഇത് ഞങ്ങളുടെ പുതിയ പബ്ലിഷിംഗാ.
സർ ഇത് ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവാണ്. ഇതുകൊണ്ട് തലക്കടിച്ച ഒരാൾ ചാവൂലടാ മുരുക. ഇതും കൊണ്ട് എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? സർ ഇത് സാറിന് വളരെ ഉപകാരപ്പെടുന്ന പ്രോഡക്റ്റ് ആണ് സർ. ഇതിന്റെ പബ്ലിഷിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 3000 രൂപയാണ് സർ. പക്ഷേ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ശരി ഉത്തരം പറയുകയാണെങ്കിൽ സാറിന് ഈ പുസ്തകം പകുതി വിലയ്ക്ക് തരും. ചോദ്യം ചോദിക്കട്ടെ സാർ? ഉം. ഓക്കെ സർ, ചോദ്യം ഇതാണ്. ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ ഭൂമിയിൽ കാണാവുന്ന മനുഷ്യനിർമ്മിതമായ വസ്തു ഏതാണ്? ആ തൃശ്ശൂർ പൂരം, തൃശ്ശൂർ പൂരം. അല്ല സാർ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇത് സ്ഥിരമായുള്ള സാധനമാണ് സാർ. ഓ, അപ്പൊ അതെന്തായിരിക്കും സാധനം? താലൂർ പള്ളിയുടെ മേളിലുള്ള കുരിശായിരിക്കും. ഒന്ന് എണീറ്റ് പോടോ മാപ്പിള അവിടെ നിന്ന്. മോളെ 1500 രൂപ കൊടുത്ത് ഇപ്പൊ ഈ പുസ്തകം വാങ്ങേണ്ട കാര്യം ഇവിടെ ഇല്ല. ആ കാശിന് 2 ഫുള്ളി VSOP കിട്ടും. അതല്ലേ നല്ലത്? പിന്നല്ലാതെ. എന്നാലും അവനൊപ്പം ചെല്ല്. ഓ ശരി. തിങ്കളാഴ്ചത്തെ കാര്യം മറക്കണ്ട. ആ എടാ മുരുക, നീയും കൂടി ചൊല്ല്. ആ ശരി ബൈ. മോളിരിക്ക്. താങ്ക് യു സർ. എന്താ പേര്? നന്ദന. നന്ദന. കൊള്ളാം. മോള് മിടിക്കാണ്. മോളീ മാറാപ്പം തൂക്കി ഡോർ ടു ഡോർ സെയിലിൽ നടക്കുന്ന ആളല്ലേ? വെയില് കൊണ്ട് കറുത്തു പോകും മോളെ. നമ്മുടെ കമ്പനിയിൽ ഒരു ജോലിയുണ്ട്, എന്തായി നോക്കണ? നല്ല ശമ്പളം തരാന്ന്. AC ആഫീസാണ്, വെയിലും കൊള്ളണ്ട. എന്ത് ജോലിയാണ് സർ? നമ്മുടെ സെക്രട്ടറി ആയിട്ട്. നമ്മക്ക് ഒരുപാട് ബിസിനസ്സുകൾ ഉള്ളതാണേ. കാർഡ് നാളെ കാലത്ത് 10 മണിക്ക് വന്നാൽ മതി. അതെ, ഇതും കൂടി കൊണ്ടുപോയിക്കോ. താങ്ക് യു സർ. ഷാജിയേട്ടാ, ആരാതാ? അതൊരു പാവം പെൺകുട്ടി, ഈ ഡോർ ടു ഡോർ സെയിൽസിന് നടക്കണത്. ഞാനങ്ങടെ പറഞ്ഞുവിട്ട്. ഷാജിയേട്ടനൊന്നും ഇങ്ങോട്ട് വന്നേ. വാ. അവിടെ എന്തൊരു സംഭവം? എന്താ നോക്കിയിരിക്കുന്നേ? ഇതൊന്നും നമുക്ക് പറ്റിയ ഏർപ്പാടല്ലേ. വന്നേ. കയ്യെന്ന് വിടുന്ന ആളുകൾ നോക്കണ്ടെന്ന്. വിടുന്ന് ആളുകൾ കാണൂടി. നീ ഷോപ്പ് ചെയ്യ്, ഞാനിതൊന്ന് കാണട്ടെ പ്ലീസ്. ഞാനിപ്പോ വരും, വേറെ എവിടെയും പോകരുത്. നന്ദന. ഓ സാറോ? ഒറ്റയ്ക്കാണോ? അല്ല, വൈഫുണ്ട്. എന്നാ ശരി, പോട്ടെ. ആ ഓക്കെ. ഓ നമുക്കതൊന്ന് അറിയിക്കാം. ഷാജിയേട്ടൻ ഇത് എവിടെ പോയി? കാണുന്നില്ലല്ലോ. ഇത് പോരുന്നില്ലല്ലോ. എടോ, അതാ അവരാണ് ആ വിജയികൾ. വർഷങ്ങൾക്ക് ശേഷം, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇദ്ദേഹത്തെ ചിരിപ്പിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തെ ചിരിപ്പിച്ചതിനുള്ള 1 ലക്ഷം രൂപ നിങ്ങൾക്ക് 3 പേർക്കുമാണ്. വരൂ വരൂ. ഈ മത്സരത്തിലെ 1 ലക്ഷം രൂപയ്ക്ക് ഉടമകളായ കല്യാണിയും അതുപോലെ തന്നെ ഷാജിയും നന്ദനയും. ഇതാ വിജയികൾ. ഇതാ
1 ലക്ഷം രൂപയുടെ സമ്മാനമാണ് ലോലിപോപ്പ് ചിരിക്കാത്ത മനുഷ്യൻ എന്ന ഈ പ്രോഗ്രാമിലൂടെ ഈ മാതൃകാ ദമ്പതികളായ ഷാജിയും കല്യാണിയും സ്വന്തമാക്കിയിരിക്കുന്നത്. ഷാജിയേട്ടാ ആരാത്? അതൊരു പാവം പെൺകുട്ടി ഈ ഡോർ ടു ഡോർ സെയിൽസിന് നടക്കണത്. ഞാനങ്ങടെ പറഞ്ഞു. ഷാജിയേട്ടനൊന്നും ഇങ്ങോട്ട് വന്നേ. വാ. ഷാജിയേട്ടനൊന്നും അവിടെ നിന്നേ. എന്താ തനിക്ക് പെമ്പിളേരെ കാണുമ്പോ വല്ലാത്തൊരു ഇളക്കാണ് അല്ലേടോ? ആ പെണ്ണിന് താൻ എന്ത് ജോലി കൊടുക്കുന്നാണോ പറഞ്ഞത്? അതിന് ജോലി കൊടുക്കാന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി മേലെ തന്റെ ജോലി സ്ഥലത്ത് പെണ്ണുങ്ങൾക്ക് ജോലി കൊടുത്താലുണ്ടല്ലോ, ആണുങ്ങൾ മതി തന്റെ ജോലി സ്ഥലത്ത്, കേട്ടല്ലോ? എന്നെ ഡ്രസ് മാറി വന്ന് വണ്ടി എടുക്ക്, എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. റഹീം ഭായ്, എത്ര കാലം ഈ കണ്ട ആൾക്കാർ ഓരോ കോപ്രാക്കിത്തരം കാണിച്ച് നിങ്ങളെ ചിരിപ്പിക്കാൻ നോക്കണത്. ഇപ്പൊ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ ചിരിച്ചത്? ഇതുപോലത്തെ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ ഏത് ഭർത്താവും ചിരിക്കാൻ മറന്നു പോകുമ്പായി. കേട്ടിട്ടില്ലേ, ആനയെ മെരുക്കാൻ ഒരു തോട്ടി മതിയെന്ന്?